കൂട്ടുകാരെ, നമുക്കിന്നൊരു ചക്ക ഹൽവ ഉണ്ടാക്കാം. അതിനായി നമുക്കൊരു വലിയ ഉരുളി എടുക്കാം. ആ ഉരുളി തീയിലൊന്ന് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇനി കുക്കറിൽ വേവിച്ച് മിക്സിക്കകത്ത് അരച്ചെടുത്ത ചക്കയുടെ പൾപ്പാണ്. ആ പൾപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചെടുത്തേക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനിയും ചക്കപ്പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം ഗോതമ്പ് പൊടി എടുത്ത് അല്പം വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് അത് ഇതിലേക്ക് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ മിക്സ് ഒന്ന് ടൈറ്റ് ആകുന്നതിന് വേണ്ടി ഈ ഗോതമ്പ് മിക്സ് നന്നായിരിക്കും. നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇളക്കിൽ അപാകത വന്നെങ്കിൽ അത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീ നമ്മൾ സിമ്മിലാണെന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമുക്കതിലേക്ക് ജീരകവും ഏലക്കായും നന്നായിട്ട് വറുത്ത് പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ടൈറ്റായിട്ട് വരുന്നതനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇതിനകത്ത് ഒരുപാട് അധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുകൊണ്ടാണ് ഞാൻ നെയ്യുടെ ഉപയോഗം വളരെ കുറച്ചത്. ശർക്കരയാണേലും വളരെ കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റും. ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അതിന് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. ശർക്കരയും ചക്കപ്പഴവും കൂടെ ചേർന്ന് നല്ലൊരു മിക്സായിട്ട് നല്ലൊരു ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അത് അല്പാൽപ്പം നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി അതിൻ്റെ ജലാംശമെല്ലാം വറ്റി വരുമ്പോഴേക്കും നമുക്കത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ 2-3 ദിവസം സൂക്ഷിക്കാം. ഇത് കേടുവരാതിരുന്നോളും. നമ്മുടെ ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. Please subscribe, like, share and comment. Thank you for watching.